പ്രതിയുമായി ഇപ്പോൾ AR ക്യാമ്പിലേക്ക് നീങ്ങിയിരിക്കുന്നു. റഹീസിലേക്കാണ്. റഹീസ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? അപ്പോൾ അഭിഭാഷകരുടെ പ്രതികരണം കാണാം. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഘട്ടം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇപ്പം ഏറ്റവും പ്രാഥമിക ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ഇനീഷ്യൽ ഫേസ് ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ട് നമ്മളൊരു വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണാട് ലോ സോസൈറ്റിന് വേണ്ടി വിൽസൺ വേണാട്ടാണ് വക്കാലത്ത് കൊടുത്തിട്ടുള്ളത്. 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ സ്ട്രിഞ്ചൻ കണ്ടീഷൻസിൽ പോലീസ് കസ്റ്റഡി കോടതി അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നടപടി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് മറ്റ് രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ചിരുന്നു. പോറ്റി കുടുക്കിയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ അസംഷൻസ് ആണ്. പോറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോറ്റി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് പരിപൂർണ്ണമായിട്ട് ഈ അന്വേഷണത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹായിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു 14 ദിവസത്തെ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോടതി പോലീസ് കസ്റ്റഡി നൽകിയപ്പോൾ കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ള രേഖകൾ ബാക്കിയുള്ള കോടതി ബഹുമാനപ്പെട്ട കോടതിയിലുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിലെ ബെയിലും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കാണാതായി ബന്ധപ്പെട്ട മാത്രമായിരുന്നു നടക്കുന്ന വിഷയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകന്റെ പ്രതികരണമാണ് കണ്ടത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ അവാചകം വീണ്ടും കേൾക്കാം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും. തന്നെ കുടുക്കിയതാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്. ആരാണ് കുടുക്കിയത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. മറുപടിയില്ല. ഉടൻ വാഹനത്തിൽ കയറി പോകുന്നു. അപ്പോൾ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആലോചന. അതിൽ ഏതൊക്കെ പേരുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ ഗൂഢസംഘം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തന്നെ കുടുക്കിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ നടപടികൾ നന്നായി മുന്നോട്ട് പോകുമ്പോൾ ആരാണ് കുടുക്കിയത് എന്നുള്ള ചോദ്യമാണ് മുന്നിലേക്ക് വരുന്നത്. അന്വേഷണത്തിലെല്ലാം തെളിയുമെന്ന് പറയുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും തന്റെ കക്ഷി സഹകരിക്കും എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്.